ദൈവം ഇത്രത്തോളം നടത്തി, ഇനിയും നടത്തുവാൻ ദൈവം ശക്തൻ. ആമേൻ. ഇനിയും നമ്മുടെ പ്രാർത്ഥന ഓപ്പണിംഗ് പ്രേയറിനായി രാജു അങ്കിളിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രേ ആൻഡ് രാജു അങ്കിളിനെ ഞാൻ ക്ഷണിക്കുന്നു പ്രേയറിനായി. യെസ് പാസ്റ്റർ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, വീണ്ടും കർത്താവേ ഈ സന്ധ്യാസമയം ഞങ്ങൾ കർത്താവെ അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരുന്നു കർത്താവേ. ഈ നല്ല പകൽക്കാലം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കർത്താവോടൊന്ന് തന്നല്ലോ കർത്താവേ. വീണ്ടും രാത്രികാലം PAP മീറ്റിംഗുമായി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ നാമം മഹത്വപ്പെടുവാന്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവിടുത്തെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തി വീണ്ടും ഞങ്ങൾ ഈ രാത്രികാലം ഹല്ലേലൂയ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുവാന് ദൈവം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലായിരുന്നു കർത്താവേ. ആമേൻ. സൂം വഴി കർത്താവേ ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്നവരെ കാണുന്നവരെ എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ആദ്യ PAP മീറ്റിംഗുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി കർത്താവേ. വീണ്ടും ഈ പുതുവർഷം കർത്താവേ ഹല്ലേലൂയ ചെയ്യുന്ന PAP-യുമായുള്ള ഓരോ പ്രവർത്തനങ്ങളും കർത്താവ് ഏറ്റവും അനുഗ്രഹമാകുവാൻ അവിടുന്ന് ദൈവം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവദാസന്മാരെ വിൻസെന്റ് പാസ്റ്റർ കുടുംബമായി ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളൊക്കെയും അനേക മീറ്റിങ്ങുകൾ ചെയ്യുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവേ. വീണ്ടും കർത്താവേ ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ കരങ്ങളിൽ കുടുംബമായി ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷേകത്തോട് ഹല്ലേലൂയ, ബലത്തോട് കൃപയോട് വീണ്ടും ഹല്ലേലൂയ തന്റെ ജനത്തിന് വേണ്ടുന്ന ദൂതുകൾ കൊടുക്കുവാന് അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. റോയ് പാസ്റ്റിന് കുടുംബമായി ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തമായ ബലത്തോട് അഭിഷേകത്തോട് ഓരോ ദിവസം അവിടുന്ന് നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. PAP-യുടെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന എല്ലാ ഹല്ലേലൂയ ഭാരവാഹികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ കുഞ്ഞുങ്ങളുടെ അധ്വാനങ്ങൾ ഒന്നും വൃഥായി പോകരുത് കർത്താവേ. അനേക ആത്മാക്കളെ നേടുവാൻ ഹല്ലേലൂയ അനേകർ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ദിനങ്ങളായി എന്റെ ദൈവം അവിടുന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ ആമേൻ ഏറ്റിരിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ഭംഗിയായി ചെയ്യുവാന് ഓരോരുത്തരെയും കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ രാത്രികാലം നടക്കേണ്ടതിന് ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസിനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തിയോട് PAP-ക്ക് വേണ്ടുന്ന നേതൃത്വങ്ങൾ, തന്റെ ജനത്തിന് വേണ്ടുന്ന നേതൃത്വങ്ങൾ കൊടുക്കുവാന്, ശക്തമായി കൊടുക്കുവാൻ അവിടുന്ന് ഉപയോഗിപ്പാൻ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ഓരോ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ എല്ലാം ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഷാർജ വർഷിപ്പിന് മാത്രമല്ല കർത്താവേ, ഇതൊരു അനേകർക്ക് ഒരു അനുഗ്രഹ വിഷയമായി അവിടുന്ന് മാറട്ടെ കർത്താവേ. തന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ പ്രവൃത്തികൾ കർത്താവേ ആമേൻ ദേശം അറിയത്തക്കവണ്ണം, ജനങ്ങൾ അറിയത്തക്കവണ്ണം, ഓരോ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ കർത്താവേ പരിശുദ്ധാത്മാവ് നിറയത്തക്കവണ്ണം ദൈവത്തിന്റെ ഹല്ലേലൂയ അഭിഷേകം തന്റെ ജനത്തിന് മേല് അവിടുന്ന് പകരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയുടെ മധ്യത്തില് കർത്താവേ ഞങ്ങൾ ചെയ്യുന്നത് ഓരോന്നിനും ദൈവം നാമ മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ. ഈ PAP ഹല്ലേലൂയ ഈ ആരംഭ നിമിഷം മുതല് ഹല്ലേലൂയ അവസാനം വരെയും ദൈവ സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ദൈവം അനേക കാര്യങ്ങൾ ചെയ്തെന്ന് പറയുവാന്, തന്റെ മക്കളെ ഉപയോഗിച്ചെന്ന് പറയുവാന് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അല്പനേരം ഞങ്ങൾ ഇരിക്കുമ്പോൾ ആമേൻ നമ്മെ ഭയഭക്തിയോട് ഹല്ലേലൂയ ദൈവവചനമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ ദൈവനാമമാണ് മഹത്വപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞങ്ങൾ കേട്ടത് വേണം യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച ശ്രദ്ധയോട് യഹോവ കേട്ടത് വേണം. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ എല്ലാ മീറ്റിംഗും അനുഗ്രഹമാകുവാന് സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടനാ സ്തോത്രം സലോമോൻ യേശു ക്രിസ്തുവിന്റെ ഉള്ള നാമത്തിൽ നല്ല പിതാവേ. Amen, amen. Thank you, Raj. Thank you so much.
നമ്മുടെ അടുത്ത പ്രോഗ്രാമിലോട്ട് നമുക്ക് കടക്കാം. വെൽക്കം സ്പീച്ച് നൈറ്റ്. Let me call out our PYP executive, Brother Joji K. Joy, for the welcome speech. Praise the Lord. Praise the Lord. I greet you all in the matchless name of our Lord and Savior Jesus Christ. Before we get started, I would like to express my sincere appreciation to all of you who gathered here, and I thank our Lord, our God Almighty, for helping us to conduct this inaugural meeting this evening. It is my privilege and pleasure to welcome you all on behalf of IPC Worship Center Sharjah PYPA, and I'm honored and delighted to have the privilege to welcome our dear pastors, Reverend Dr. Wilson Joseph, IPC General Vice President and Senior Pastor of our church. We welcome you, Pastor. And Pastor Roy George, IPC Angamali Center Minister and Associate Pastor of IPC Worship Center. We welcome you, Pastor. We have two special guests today from Kerala. I feel extremely honored and welcome our chief guest this evening, Pastor Sabu Aryapalil, Kerala State PYPA Vice President and Pastor of IPC Bethel Church and IPC Kerala State Council member. We welcome you and really thankful for taking the time to attend this inaugural meeting. And we have a wonderful family this evening to lead our praise and worship session, Brother Kuchumon and family, along with their kids, Jeremy and Jerusha. It is such a privilege to have you today and welcome Spiritual Waves on this inaugural meeting. We are pleased to welcome Pastor Simon Chakpo, PYPA UAE Region President. Welcome, dear Pastor, and thank you for your valuable presence. A big thanks to our church, IPC Worship Center, Sharjah, for giving us this opportunity. We as a team is well aware of our responsibilities that should be done in the days to come. And with your valuable prayers and support, we can do all things through Christ who strengthens us. We welcome you all once again on behalf of IPC Worship Center PYPA Committee 2021. God bless you all. Thank you, Brother Joji, for welcoming all the members of church as well as a special guest. Thank you once again. Now, ഇപ്പം എനിക്കുള്ള റെസ്പോൺസിബിലിറ്റിയിലോട്ടാണല്ലോ ഞാൻ സമയമായിരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഇയർ പ്ലാൻ ഓഫ് 2021 to 2022. അതിന് മുൻപാകെ ഞാൻ റിപ്പോർട്ട് കയറുന്ന മുമ്പ് ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലും സർവ്വകൃപാലുവായി ദൈവം ഒരു മുടക്കവും ഇല്ലാതെ PYP ആയിട്ട് നമുക്ക് ഇങ്ങനെ കൂടുവാൻ, സൂം പ്ലാറ്റ്ഫോമിൽ കൂടുവാൻ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഓരോ എൻകറേജ്മെൻറ്റുമാണ് നമുക്ക് ഇതുവരെയും വീണ്ടും മുമ്പോട്ട് പോകാൻ ഇടയായത്. ഷാർജ IPC വർഷിപ്പ് സെൻറ്ററിൽ ഇതൊരു ഹിസ്റ്ററി ആണോ എന്ന് ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. വീണ്ടും 3 വർഷം, ഇത് നമ്മുടെ 3rd ഇയർ എന്ന് വേണ്ടി നമുക്ക് പറയാം. ഈ ഒരു സെയിം ടീം വീണ്ടും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നമുക്ക് തരുന്ന ഓരോ എൻകറേജ്മെൻറ്റും വീണ്ടും സപ്പോർട്ടും ഇനി മുമ്പോട്ടുള്ള പ്രോഗ്രാംസിനും നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോ പ്രോഗ്രാംസും ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്ന ഒരുമിച്ചാണ്. അത് ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. താങ്ക് യു സോ മച്ച്. ലെറ്റ് മീ കം ടു മൈ റെസ്പോൺസിബിലിറ്റി. Praise the Lord. Respected dear chairman, the senior pastor of our church, Reverend Dr. Wilson Joseph, Vice President of IPC General, Pastor Roy George, Associate Pastor, as well as IPC Angamali Center Minister, and our special guest, Pastor Sabu Aripalli, the Vice President of IPC General Kerala State PYPA, Pastor Simon Chakpo, President of IPC UA Region, and our praise and worship team. It's Spiritual Wave and their family, Spiritual Wave team, and respected them. And Brother Jibu Matthew, the church secretary, Sister Mercy Wilson, President of IPC UA Region Sozir Samajan, Sister Suni Roy, headmistress of IPC Worship Center Sunday School, Pastor Aaron, the thermal service, Brother Evangelist Stephen, English service, and the council members and the PYP executives and church elders, brothers and sisters, and all my dear friends. Greetings to you all in the master name of our Lord and Savior Jesus Christ.
As 1 Corinthians 1:27 it says, but God chose the foolish things of the world to shame the wise. God chose the weak things of the world to shame the strong. God's favor and grace was upon the newly selected members. General Body meeting. By God's grace, the General Body meeting was conducted on 29th Jan 2021 for the newly executive members for the year of 2021 to 2022. The following are the newly selected executive members for PYPA. President, Reverend Dr. Wilson Joseph. Vice President, Pastor Roy George. Secretary, Brother Jerin Jose. Treasurer, Brother Gibson Christopher. Joint Secretary cum Joint Treasurer, Brother Lindu Raju John. Committee members, Brother Isaac Winsley, Brother Joji K. Joy. May the Lord God Almighty give us the grace to lead the PYPA for the edification of the church. Year plan of 2021 to 2022. If God wills, we propose to support mission-oriented ministries, various activities and programs like Teens Challenge, Career Guidance, Musical Workshop, Musical Night, Talent Hunt, and Anniversary. We believe that with the support of the church members, this PYPA team would be a blessing for the church. For almost, we pray and submit this year PYPA 2020 to 2022 to the Lord's mighty hand for the glorification of God's kingdom. May God bless you all in Christ. PYPA Secretary Jerin Jose. Thank you so much. Now, let me introduce our chief special guest. A small time for praise and worship. After that, we have our inauguration, and it is done by our respective senior pastor, Reverend Dr. Wilson Joseph. അതിനു മുമ്പാകെ നമുക്ക് അല്പസമയം ഒരു praise and worship സെഷനിലോട്ട് കഴിഞ്ഞ് വിൽസൺ പാസ്റ്റർ ടേക്ക് ഓവർ ചെയ്യണം. പ്ലീസ് സ്പിരിച്വൽ വേവ്സ്, നിങ്ങൾക്ക് ഇറ്റ്സ് യുവർ ടൈം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the Lord. Hallelujah. ദൈവനാമം മഹത്വപ്പെടട്ടെ. IPC Worship Center in Sharjah 2021 ഇനാഗറൽ മീറ്റിംഗിൽ, ഈ PYPയുടെ ഇനാഗറൽ മീറ്റിംഗിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ് പാസ്റ്റർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ റോയ് ജോർജ്, സെക്രട്ടറി ജെറിൻ ജോസ് ആൻഡ് PYPA എക്സിക്യൂട്ടീവ്, എല്ലാവർക്കും, ഈ സൂമിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ വേവ്സിന്റെ ആമേൻ വന്ദനവും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേക വിൽസൺ ജോസഫ് പാസ്റ്റർ കുടുംബമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു, ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായിട്ടുള്ള ആമേൻ ഒരിക്കൽ കൂടി നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ PYPയിൽ ആയിരിക്കുന്ന, ഈ മീറ്റിംഗിലായിരിക്കുന്ന, ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അല്പനേരം കർത്താവിനെ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപകൾ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണ ഓർക്കുമ്പോൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന് കരങ്ങളൊന്നും ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രം നമുക്ക് കൊടുക്കാം, ആരാധന കൊടുക്കാം. അങ്ങെപ്പോലും ദൈവമേ ആരുള്ളി ലോകെ, അങ്ങല്ലാതെ വേറെ ഇല്ലൻ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വവും. അപ്പോൾ ഒരു പുതിയ ഗാനമാണ്, ഒരു ആരാധന ഗീതമാണ്. ഞങ്ങളോട് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം.
Hallelujah. Thank you. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you. Praise the Lord. Praise the Lord, praise the Lord, hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ. Thank you so much. ഇനി അധികം സമയം കളയാതെ തന്നെ let's welcome our senior pastor, Reverend Dr. Wilson Joseph. കരങ്ങൾ തട്ടി, എല്ലാവരും കരങ്ങൾ തട്ടി. Let's welcome Pastor Uncle for the inauguration. Once again request എല്ലാവരും request everyone to open your videos. വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസ് ദയവായി ഓൺ ചെയ്യുക. It's a request. Thank you so much. Hand over to Pastor Uncle. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുടെ അന്തരീക്ഷം, ഒരു ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ സൂമിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയി ജോർജ് കുടുംബത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രത്യേകാലം പ്രിയ ജെറിൻ ജോസ് നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. PAPയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആ PAPയുടെ ഫുൾ ടീമും ഇതിൽ ഉണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രത്യേക റിക്വസ്റ്റ് ഒരിക്കലൂടെ, മാക്സിമം ബുദ്ധിമുട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് കടന്നു വരുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരും, അതൊരു സന്തോഷമാണ്. എല്ലാവരെയും അതിനായി ഒരിക്കലൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ പ്രധാന സന്ദേശത്തിനായി നാം ക്ഷണിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാബു ആര്യപ്പള്ളിയിലെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. IPC കേരള സ്റ്റേറ്റ് PAPയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുക. അതേസമയത്ത് തന്നെ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. പാസ്റ്റർ KC തോമസിന്റെ സണ്ണിലോയാണ്. ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്തദാസിനെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് മുഖ്യ അതിഥികളായിട്ട് പല പ്രിയപ്പെട്ടവരും വന്നിട്ടുണ്ട്. പാസ്റ്റർ സൈമൺ ചാക്കോ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തദാസിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ജേക്കബ് ജോൺസനും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല എന്നാൽ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ മധ്യയായിരിക്കുന്ന സ്പിരിച്വൽ വേസിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാല പ്രിയ കൊച്ചുമോനെ കുടുംബമായിട്ടാണല്ലോ. ഞാൻ ഈ നാളുകളിൽ അനേക വേദികളിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ പല സ്ഥലങ്ങളിലും ദൈവവചനം സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു കുടുംബമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാനൊക്കെയും കർത്താവ് സഹായിച്ചു. കർത്താവ് നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വില്യം റോക്ക് എന്ന കർത്തദാസൻ ഒരിക്കൽ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച കണ്ടു. 7 വയസ്സുള്ള ഒരു കൊച്ചു ബാലൻ, വൃത്തികെട്ട വേഷം, മുടി വെട്ടാതെ, ഷർട്ട് ഇടാതെ, വളരെ മുഷിഞ്ഞ ഒരു കീറിയ നിക്കർ മാത്രം ധരിച്ചിരിക്കുന്നു. ഒരു ഹോട്ടലിന്റെ ബാക്കിൽ എച്ചിൽ കളയുന്ന സ്ഥലത്ത് തെരുവ് നായ്ക്കളോടൊപ്പം എച്ചിൽ ഭക്ഷിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ആ ബാലന്റെ അരികിൽ ആ കർത്തദാസന്റെ കാറ് പെട്ടെന്ന് നിർത്തി. ആ കർത്തദാസൻ ചോദിച്ചു, കുട്ടി, നീ ഒറ്റയ്ക്ക് ഇവിടെ ആയിരിക്കുന്നത് എന്താണ്? കുട്ടിയുടെ വെർ ഈസ് യുവർ പേരൻസ്? കുട്ടിയുടെ മറുപടി, സോറി സർ, ഐ ഡോണ്ട് ഹാവ് പേരൻസ്. വാട്ട് ഹാപ്പൻ ടു ദം? അവർക്ക് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് നോ സർ, ഐ ഡോണ്ട് നോ. I don't have anybody in this world. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കുവാൻ എനിക്ക് വേണ്ടി ആരുമില്ല. നോർമലി ഐ ആം ഈറ്റിംഗ് ലൈക്ക് ദിസ് ഓൺലി. ഞാൻ എന്നും ഇങ്ങനൊക്കെ തന്നെയാണ് ഭക്ഷണം ഒക്കെ കഴിക്കുന്നത്, ഇങ്ങനൊക്കെ തന്നെയാണ്. ആൻഡ് സ്ലീപ്പിംഗ് ഇൻ ദി ഗ്രൗണ്ട്, നോ ക്ലോത്ത്സ്, നോ ഫുഡ്, നോ ബഡി ടു കെയർ. ഇത് പറയുമ്പോൾ ആ ബാലൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് ആരുമില്ല. ഞാൻ ഈ കടത്തിണ്ണകളിലും ഒക്കെയാണ് ഞാൻ അന്ത്യം ഉറങ്ങുന്നത്. എന്നെ കെയർ ചെയ്യാനോ എനിക്ക് ഭക്ഷണത്തിനോ എനിക്ക് വസ്ത്രത്തിനോ ഒന്നുമില്ല, ആരുമില്ല. ആ ബാലന്റെ കരച്ചിലിന് മുമ്പിൽ ആ കർത്തദാസന്റെ ഹൃദയം തകർന്നു പോയി, മനസ്സലിഞ്ഞു.
ആ കർത്തദാസൻ ഇങ്ങനെ പറഞ്ഞു, കം വിത്ത് മീ. ആ മനോഹരമായ കാറിന്റെ സീറ്റ് വളരെ വൃത്തികേടായി കാണും. ഭവനത്തിൽ ചെന്നു, അവനെ കുളിപ്പിച്ചു, മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കി, നല്ല ഡ്രസ്സൊക്കെ കൊടുത്തു, ധരിപ്പിച്ചു, നല്ല ആഹാരം കൊടുത്തു. ഒരു സ്വന്തം മകനെ പോലെ താൻ ലാളിച്ചു വളർത്തി, നന്നായി പഠിപ്പിച്ചു, ഡിഗ്രി കരസ്ഥമാക്കി, ഉന്നതമായ മാർക്ക് ലഭിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കരസ്ഥമാക്കി. ജർമ്മനിയിലെ ഒരു വലിയ കമ്പനി ഉന്നതമായ ഒരു ജോലിക്കായി അവനെ സെലക്ട് ചെയ്തു. ജർമ്മനിയിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുന്ന പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. ജർമ്മനിയിലേക്ക് യാത്ര പറയുന്ന ദിവസം യാത്ര പറയുക തുടങ്ങുമ്പോൾ ആ കർത്തദാസൻ ഒരു ചെറിയ ഗിഫ്റ്റ് പാക്കറ്റ് അവന് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ ഇതെന്നും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവൻ ആ ചെറിയ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ 2 ഫോട്ടോസും ഒരു ബൈബിളും ഉണ്ട്, ഒരു ചെറിയ ബൈബിളും. അവൻ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒന്നാമത്തെ ഫോട്ടോ 17 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ. വൃത്തികെട്ട രൂപം, നായ്ക്കളുടെ ഇടയിൽ നിന്ന് എച്ചിലെടുത്ത് ആർത്തിയോടെ ഭക്ഷിക്കുന്ന മുഷിഞ്ഞ് കീറിയ നിക്കർ മാത്രമിട്ട ഒരു പ്രാകൃത ബാലൻ. അടുത്ത ഫോട്ടോയിൽ നോക്കിയപ്പോൾ സ്യൂട്ടും ഗൗണും ധരിച്ച് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ആ സെറിമണിയിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഈ 2 ഫോട്ടോയും സൂക്ഷിക്കുക, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എന്ന് നീ നിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ അവസരം ലഭിച്ചില്ലെന്നിരിക്കും. എന്നാലും ഓൻ എന്നും വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ഈ 2 ഫോട്ടോയിലും ആ ബൈബിളിലും ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ആദ്യത്തെ ഫോട്ടോയിൽ നിന്ന് രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ വഴികളെ മോനെ നീ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. വാസ്തവത്തില് ഈ ഭാഗം പൗലോസിന്റെ 1-ാം മിഷനറി യാത്രയിൽ ഒരിക്കൽ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ ഒരു ശബത്ത് നാളിൽ യഹൂദന്മാരുടെ സിനഗോഗിൽ പ്രസംഗിക്കുവാൻ ഒരു അപൂർവ അവസരം പൗലോസിന് ലഭിച്ചു. പൗലോസിന് ലഭിച്ച ആ സമയത്ത് പത്രോസിന്റെയും സ്തെഫനോസിന്റെയും പ്രസംഗം പോലെ പരിശുദ്ധാത്മ നിയോഗത്താൽ പൗലോസും പഴയ നിയമ ചരിത്രഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്ന, ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് സർവശക്തനാകുന്ന ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ്? ദാവീദ് 100% പെർഫെക്റ്റ് ആയിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറയത്തക്കവണ്ണം ദാവീദ് അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം, ദാവീദിനൊരു പ്രത്യേക ക്വാളിറ്റി തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും എല്ലാറ്റിനും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു നല്ല ക്വാളിറ്റി ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ പല ഡ്രോബാക്സ് ഒക്കെ പലതും പറയുവാനുണ്ട്. എങ്കിലും അതിന് നടുവിൽ സർവശക്തനാകുന്ന ദൈവം പറയുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം അതിന്റെ തുടക്കത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവന്തരംഗമേ ഒരു വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദാവീദിനെ പോലെ ദൈവത്തെ ഇത്രയും സ്തുതിക്കുന്ന, ദൈവത്തെ ഇത്രയും മഹത്വപ്പെടുത്തുന്ന മറ്റൊരു ഭക്തൻ ബൈബിളിൽ ഉണ്ടോ
ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇല്ലെന്ന് തന്നെ വേണേ പറയാം. അതുകൊണ്ട് തന്നെയാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. അവിടെ തന്നെ പറയുന്നുണ്ട്, തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഇന്നുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണെന്ന് എനിക്കറിയാം. വളരെ ചുരുക്കം മിനിറ്റുകളെ ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം. എന്നാൽ അതിന് നടുവിൽ എല്ലാ പ്രോഗ്രാമും ഏറ്റവും അനുഗ്രഹമായി ഭംഗിയായി നടക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെക്കുറിച്ച് പറയുവാൻ കഴിയണം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള നമ്മുടെ പേര് വിളിച്ച് പറയുവാൻ കഴിയുമോ? PIP പ്രവർത്തകരോട് ഇന്ന് ഈ സന്ധ്യാസമയം ദൈവാത്മാവിൽ ഞാൻ ചോദിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മെക്കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയുമോ? പറയുവാൻ കഴിയണം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ PIP പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി നന്നായി ഒക്കെ നടക്കും. എന്നാൽ അതിന് നടുവിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്ന ഒരു വർഷമാക്കി ഈ 2021 മാറണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുന്ന ഒരു വർഷമായി തീരണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള, എന്നിട്ട് നമ്മുടെ പേര് വിളിക്കണം. ലോകത്തിലെ മനുഷ്യരല്ല പറയുന്നത്, സർവശക്തനാകുന്ന ദൈവം നമ്മെക്കുറിച്ച് പറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്, നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒറ്റ കാര്യം, സകലത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് എന്നും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഞാൻ ആരംഭത്തില് ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. 2 ഫോട്ടോ അപ്പുറം ഇപ്പുറം വെച്ചിരിക്കുകയാണ്. എന്നും രാവിലെ തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കും. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും ഉന്നതനായി മാറി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. 17 വർഷത്തിന് മുമ്പുള്ള ഒരു ഫോട്ടോ. തെരുവ് നായ്ക്കളോടൊപ്പം എച്ചില് ഭക്ഷിച്ചുകൊണ്ട് പ്രാകൃത രീതിയിൽ ജീവിച്ച തന്നെ ഇത്ര വലിയൊരു പദവിയിലേക്ക് സർവശക്തനാകുന്ന ദൈവമാണ് കൊണ്ടുവന്നത്. നമുക്കും നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ, ദൈവം നമ്മെ കൊണ്ടുവന്ന പാതകൾ ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സകലത്തിനും ദൈവത്തെ സ്തുതിക്കുവാൻ, സകലത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം നമ്മെ നടത്തിയ വഴികൾ, വന്ന വഴികൾ ഒരിക്കലും മറക്കാതെ സർവശക്തനാകുന്ന ദൈവത്തിന് സകല സ്തുതിയും മഹത്വവും മാനവും കൊടുക്കുവാൻ സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. കരം ഉയർത്തുവാൻ ബുദ്ധിമുട്ടില്ലാത്ത പ്രിയപ്പെട്ട ഒരു കരം ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചില ദിവസങ്ങളായി അടിയങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രകാരം ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്നിവിടെ തലയെ മണക്കിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ PIPയുടെ പ്രവർത്തനം അത് വളരുവാൻ, വളർന്ന് പന്തലിക്കുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഇതിന്റെ പിന്നിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അവർക്ക് വലിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോവുകയാണ്. അതിന് നടുവിൽ അത്ഭുതകരമായി നടത്തുവാൻ ശക്തനാകുന്ന ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 2021 ആരംഭ ദിനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നെ കാണുവാൻ അവിടുന്ന് സഹായിക്കണം. ഈ PIP പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുന്നത് കർത്താവെ, ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഭാരപ്പെടുന്ന വേദനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ വേദനയൊപ്പുവാൻ ഒരു പരിധി വരെ സഹായിക്കണമേ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് വിളിച്ചതുപോലെ കർത്താവെ, ആ വിളി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. PIP പ്രവർത്തനം മുഖാന്തരം
അനേകർക്ക് മാതൃകയുള്ളവരായി, അനേകരെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നവരായി, അനേകരെ ദൈവസ്നേഹത്തിലേക്ക് നടത്തുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ PAP പ്രവർത്തനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല പ്രിയ ചെറിയ നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നെറ്റിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ തന്നെ അതിനകത്തിൽ ഇടിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ പ്രോഗ്രാം കൃത്യസമയത്ത് തന്നെ തീർക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ആയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. നല്ലൊരു ആത്മീയ അനുഗ്രഹം നാം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. ഫെലിസിറ്റേഷന് വേണ്ടി അല്പസമയം വേർതിരിക്കുവാൻ പോവുകയാണ് ആരംഭത്തിൽ തന്നെ. അതിനകത്തിൽ അധിക സമയങ്ങളില്ല, എന്നാലും ലഭിച്ചിരിക്കുന്ന സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. ആദ്യമായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയി ജോർജ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അങ്കമാലി സെന്ററിന്റെ ഒരു സെന്റർ ശുശ്രൂഷനും കൂടെ ആണല്ലോ. ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു. പ്രിയ കർത്തദാസൻ അല്പസമയം ഫെലിസിറ്റേഷനായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതായിരിക്കും. പാസ്റ്റർ റോയി ജോർജിനെ അതിനായി ക്ഷണിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കുടുംബമായിട്ട് ഓർക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ഈ വർഷത്തെ പ്രവർത്തനം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതോടൊപ്പമുള്ള അവരെല്ലാ ടീമിനുമായിട്ടും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിഥിയായിട്ട് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യന്മാർ, പ്രിയ പാസ്റ്റർ സൈമൺ ചാക്കോ, ജേക്കബ് ജോൺസൺ, അതുപോലെ പാസ്റ്റർ സാബു ആര്യപ്പള്ളി, അതുപോലെ സ്പിരിച്വൽ വോയിസിനോട് മുതൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര്, സൗരസവന്മാര്, കുഞ്ഞുങ്ങള്, PAP മെമ്പേഴ്സ്, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം. സേവനത്തിനായി രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണല്ലോ PYPA. വളരെയേറെ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന ഒരു വർഷം കൂടെയാണ് ഇത്. വളരെയേറെ കാര്യങ്ങൾ ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷൻ. ആദ്യമായിട്ടാണല്ലോ കോവിഡ് സിറ്റുവേഷനിൽ PYP പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വളരെ ഡിമാൻഡിങ് സിറ്റുവേഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ വർഷം. വളരെയേറെ കാര്യങ്ങൾ പക്ഷേ നമുക്ക് ചെയ്യുവാനുണ്ട്, നിങ്ങൾക്ക് ചെയ്യുവാനുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് തന്നെ അനേക രോഗികളെയൊക്കെ സൗഖ്യമാക്കിയ സന്ദർഭത്തിൽ അനേക പേർ ഒരു വലിയ പുരുഷാരം പിന്നാലെ ചെന്നപ്പോഴ് ഒരു വലിയ ദൗത്യം കർത്താവ് പറഞ്ഞു ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. എല്ലാവർക്കും ഭക്ഷണം കഴിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവിടെ പറയുന്നുണ്ട് 200 കാശ് കൊണ്ട് തന്നെ എവിടെ നിന്ന് അപ്പം വാങ്ങും, 200 കാശെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു. കർത്താവ് പരീക്ഷിക്കുവാനാണ് ചോദിച്ചത്. എന്നാൽ തന്നെ അവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന, 200 കാശിന് ഇവർക്ക് അപ്പം കൊടുക്കുവാൻ തികയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവരം അവിടെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PYPയുടെ എക്സിക്യൂട്ടീവ്സ്, PYPയുടെ മെമ്പേഴ്സിനോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ വർഷം ഈ അന്ത്രയോസിനോട് പോലെ ആവശ്യം കർത്താവ് പറഞ്ഞു അനേകർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. കർത്തദാസൻ തന്നെ പ്രാരംഭത്തിൽ വളരെ ടച്ചിക്കാനുള്ള വിഷയം ഓർപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഇൻഫാക്ട് അത് നമ്മൾ കമ്പാരിസൺ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഫാക്ട്. ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഭക്ഷണം ഇല്ലാതെ ലോകത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ഭാരപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട്. സുവിശേഷം കേൾക്കാത്തവരുണ്ട്, സുവിശേഷം അറിയിക്കാൻ പോലും വളരെയധികം പ്രതികൂലം കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുള്ളവരുമുണ്ട്. അവിടെ ഒരു ബാലന്റെ പക്കലുള്ള 5 യവത്തത്തെ കുറിച്ചും 2 മീനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഫൈൻഡിങ് ദ റിസോഴ്സ്. PYPയുടെ മെമ്പേഴ്സിനോട് എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം, യു ഹാവ് ടു ഫൈൻഡ് ദ റിസോഴ്സ്. കർത്താവ് പറഞ്ഞാൽ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഞങ്ങൾ കാണുന്നുണ്ട്, അതെ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഞങ്ങളുടെ കയ്യിൽ പക്കലുണ്ട്. പ്രൈസ് ഗോഡ്. അതിനുശേഷം
എല്ലാവരെയും ഇരുത്താൻ പറഞ്ഞു. കർത്താവിന്റെ അടുക്കൽ ഇത് കൊണ്ടു ചെല്ലുന്നുണ്ട്. എല്ലാവരെയും പ്രോപ്പറായിട്ട് ഇരുത്തുവാനുള്ള വോളണ്ടിയറിംഗ് വർക്ക് കൂടെ കൊടുത്തു. നിങ്ങൾ എല്ലാവരെയും ഇരുത്താൻ പറഞ്ഞു. കർത്താവ് അന്ന് കൊടുത്ത വോളണ്ടിയർ വർക്ക് പോലെ യു ആർ ഓൾ വോളണ്ടിയേഴ്സ്, യു ആർ ഓൾ സേവ് ടു സേവ്. പ്രൈസ് ഗോഡ്. കർത്താവ് തന്നെ, യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിപ്പാനത്രേ വന്നാ പറഞ്ഞു. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനത്രേ. ഒരു വലിയ ദൗത്യമാണ് PYPയുടെ മെമ്പേഴ്സിനെ സംബന്ധിച്ചും നമ്മെ സംബന്ധിച്ചും രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചുള്ളത്. അനേകർ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തേ മതിയാകുന്ന പറഞ്ഞപ്പോൾ റിസോഴ്സ്, യു ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സ് ആൻഡ് അന്ന് ചെയ്ത പോലെ തന്നെ then take it to the Lord, കർത്താവിലേക്ക് കൊണ്ടു ചെല്ലുക. പ്രൈസ് ഗോഡ്. നാം അവിടെ കാണുന്നുണ്ട്. അതിനെ അനുഗ്രഹിച്ച് അവരെയൊക്കെ ഇരുത്താൻ പറഞ്ഞു, പ്രോപ്പറായിട്ട് അവരെ ഇരുത്താൻ പറഞ്ഞു. അതിനെ അനുഗ്രഹിച്ച് കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു, അവർ ഭക്ഷിപ്പാൻ കൊടുപ്പാൻ പറഞ്ഞു. അപ്പോൾ വളരെ വോളണ്ടിയറിംഗ് വർക്ക് ഇവിടെ ആവശ്യമുണ്ട്. കർത്താവ് ഇതിനെ അനുഗ്രഹിച്ച് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു, അവർ കൊണ്ട് കൊടുത്തു. നമുക്കറിയാവുന്ന വിഷയമാണ്. 5000 പുരുഷന്മാർ ഭക്ഷിച്ചു. അവരുടെ കൂടെയുള്ള സ്ത്രീകളും മറ്റുള്ളവരൊക്കെ ഭക്ഷിച്ചപ്പോൾ തന്നെ വലിയൊരു സർപ്ലസ് അല്ലെ. അവരെല്ലാം തൃപ്തി പ്രാപിച്ചതിന് ശേഷം തന്നെ 12 കൊട്ട നിറച്ചെടുത്തു എന്ന് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് വിളമ്പുവാൻ, ഇത് സർപ്ലസ് ആയിട്ട് ലഭിപ്പാൻ മാത്രമല്ല, അപ്പൊ തന്നെ ഇത് ഈ സർപ്ലസ് കളക്ട് ചെയ്യുവാൻ തൊക്കെ ഉത്തരവാദിത്വം കൂടിയാണ് ഏൽപ്പിച്ചതെന്ന് ഇവിടെ വചനത്തിൽ കാണുന്നു. അതിനെ അവിടെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ വിഷയം കാണുന്നത്, അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് ലോകത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷിച്ച ഒരു അവസരം അവിടെ ഞാൻ കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഓർപ്പിക്കുന്ന വിഷയം, ഈ വർഷത്തിലെ പ്രവർത്തനം ഞങ്ങളുടെ വാത്സല്യ PYPA മെമ്പേഴ്സ്, എസ്പെഷ്യലി എക്സിക്യൂട്ടീവ്സ്, യു ആർ ദ ഗൈഡ്സ്, യു ആർ ദ വോളണ്ടിയേഴ്സ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സ്. എവിടെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാകും. കോവിഡ് സിറ്റുവേഷൻ ആണ്. പ്രൈസ് ഗോഡ്. ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, സുവിശേഷം അറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, സുവിശേഷം അറിയിക്കുന്നവർക്ക് വളരെയധികം പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്. ഇത് കാണാതെ പോകരുത് നമ്മൾ. പ്രൈസ് ഗോഡ്. ഇത് നിങ്ങൾ വോളണ്ടിയേഴ്സ് ഇത് കാണുവാൻ ഉത്തരവാദിത്തമുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സ്, ടേക്ക് ഇറ്റ് ടു ദ ലോർഡ്. ഹി വിൽ മൾട്ടിപ്ലൈ ഇറ്റ്, ഹി വിൽ ബ്ലെസ് ഇറ്റ് ആൻഡ് ഹി വിൽ മേക്ക് ഇറ്റ് പ്ലെന്റി സർപ്ലസ് ഫോർ യു. ഇത് വിളമ്പുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. ഈ വർഷം ആവശ്യം കണ്ടെത്തി പ്രൈസ് ഗോഡ് വോളണ്ടിയേഴ്സ് ആയിട്ട് ശുശ്രൂഷിപ്പാനുള്ള ഒരു വലിയ ദൗത്യമായിട്ട് ദൈവസ്ഥൽ സമർപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരും. നിങ്ങൾ യുവാക്കളാണ്, യുവതികളാണ്. യു ആർ അവർ റിസോഴ്സ്, യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ ചർച്ച് ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ അത് ചെയ്യുവാൻ ഈ വർഷം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പുതിയതായ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ട്, പുതിയ പുതിയ ആവശ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, എല്ലാ വർഷവും നടക്കുന്ന പോലുള്ള ചില പ്രോഗ്രാം കൊണ്ട് മാത്രം ഇത് നിർത്താതെ, പ്രൈസ് ഗോഡ്, അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ, പ്രൈസ് ഗോഡ്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഇവരൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നതോടൊപ്പം വചനം കൂടെ ഭക്ഷിപ്പാൻ്റെ കുണം, അതിനുള്ള വഴി കൂടെ തുറക്കുവാൻ്റെ കുണം, സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്ത് എത്തിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം കൂടെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട്, റിസോഴ്സ് ഉണ്ടാക്കിക്കൊണ്ട്, വ്യത്യസ്തമായ ഈ COVID-19 സിറ്റുവേഷനിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ എക്സിക്യൂട്ടീവ്സിനെ PYPA മെമ്പേഴ്സിനെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താരദാസൻ പാസ്റ്റർ റോയ് ജോർജിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താരദാസൻ പാസ്റ്റർ സൈമൺ ചാക്കോ. വർഷിപ്പ് സെന്റർ PYPA അനുഗ്രഹീതമായ നിലയിൽ പ്രാർത്ഥിച്ചാരംഭിച്ച കർത്താവിൽ വിശ്രുതനായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിമാനവുമായ റവറൻ ഡോക്ടർ വിൽസൺ ജോസഫ് സേവനത്തിനായി രക്ഷിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടിയുള്ള സാധ്യതകൾ നാം കണ്ടെത്തണമെന്ന് ഒരു അന്ത്രയോസിന്റെ ജീവിതത്തിലൂടെ നമ്മോട് വളരെ ഹൃദ്യമായി സംവാദിച്ച പാസ്റ്റർ റോയ് ജോർജ് അവറുകൾ ഈ യോഗത്തിൽ ദൈവവചനം സംസാരിക്കാനായി കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്രുതനായ എന്റെ സ്നേഹിതൻ കൂടെ പാസ്റ്റർ സാബു ആര്യപ്പള്ളി, ഈ യോഗത്തിൽ അനുഗ്രഹീതമായ വർഷിപ്പ് സെന്റർ തെരഞ്ഞെടുത്തിരിക്കുന്ന ജെറിൻ ജോസ് ആൻഡ് എല്ലാ ടീം അംഗങ്ങൾക്കും നമ്മുടെ പ്രിയങ്കരിയായ പ്രിയ മേഴ്സി ആന്റിയുടെ സാന്നിധ്യം കാണുന്നു. അതുപോലെ UAE റീജിയൻ PYPAയുടെ സെക്രട്ടറിയായ പാസ്റ്റർ ജേക്കബ് ജോൺസൺ, മറ്റനേകര് പരിചിതരായ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ജനാധിപത്യം അതിന്റെ ആരംഭ നാളുകളിൽ വിരിഞ്ഞു വന്നത് ഏതൻസിൽ നിന്നാണ്. ഏതൻസിൽ ജനങ്ങൾ വലിയ പോപ്പുലർ റാലികൾ നടത്തുമായിരുന്നു. വലിയ റാലിയിൽ അവര്
അതിൽ പങ്കെടുക്കുന്നവരെ 3 തട്ടായിട്ടാണ് തിരിച്ചിരുന്നത്. ഒന്നാമത് ഏറ്റവും മുമ്പിൽ കുഞ്ഞുങ്ങളെ വിടും, നടുക്ക് യൗവനക്കാരെ, ഏറ്റവും പുറകിൽ പ്രായമായ നരച്ച തലയുള്ളവർ. ഈ 3 വിഭാഗക്കാരും ഓരോ പ്ലക്കാർഡുകൾ തങ്ങളുടെ കയ്യിൽ വഹിക്കുമായിരുന്നു. മുമ്പിൽ പോകുന്നവരുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഉണ്ട്, അതിലൊരു എഴുത്തുണ്ട്, ഹോപ്പ് ഓഫ് ടുമോറോ, നാളെയുടെ പ്രത്യാശ. നടുക്കുള്ള യങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഉണ്ട്, അതിൽ എഴുതിയിരിക്കുന്നത് പവർ ഓഫ് ടുഡേ, ഇന്നിന്റെ ശക്തി. ഏറ്റവും പ്രായമുള്ളവരുടെ നരച്ച തല, അതിനകത്ത് അവർ പ്ലക്കാർഡിൽ എഴുതിയിരുന്നു ഗ്ലോറി ഓഫ് യെസ്റ്റർഡേ, ഇന്നലകളുടെ മഹത്വം. അപ്പം ഇത് 3 കൂടെ ചേരുന്നതാണ് സഭ. അതിലെ നടുക്കലത്തെ സെഗ്മെന്റ് ആണ് പവർ ഓഫ് ടുഡേ, ഇന്നിന്റെ ശക്തി. കാലഘട്ടത്തിലെ കോവിഡ് കാലഘട്ടത്തെ വിവേചിച്ച റോയ് ജോർജ് സാർ വളരെ നന്നായി ആ വിഷയം അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സോഴ്സുകളും ദൈവമാണ് എന്നുള്ള ഒരു ഇൻസൈറ്റ് നിങ്ങളുടെ അകത്ത് പകർന്ന് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ജോർജ് മുള്ളറും DL മൂഡിയും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചരിത്ര പ്രസിദ്ധമായ കൂടിക്കാഴ്ചയുണ്ട്. ജോർജ് മുള്ളർ 3000 പേരുള്ള അനാഥശാലകളെ 2 നടത്തുന്നുണ്ടായിരുന്നു ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ടില്. DL മൂഡി ചിക്കാഗോയില് കർത്താവിന്റെ വേല ചെയ്യും, സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. DL മൂഡിക്ക് തന്റെ ആരംഭ നാളുകളിൽ തെരുവിൽ ഇറങ്ങി ആൾക്കാരെ പിടിച്ച് ചെക്ക് എഴുതി മേടിച്ച് ഒരു YMCA കെട്ടിട പണിയണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം അതികഠിനമായി അധ്വാനിച്ച് അദ്ദേഹം ചെക്ക് മേടിക്കും, കൊണ്ട് ബാങ്കിലിടും, അത് ബൗൺസ് ആകും, അതുകൊണ്ട് തിരിച്ചു കൊടുക്കും, സായിപ്പന്മാർ അടുത്തത് മേടിക്കും. അങ്ങനെ അതികഠിനമായി അധ്വാനിച്ച് 1 അല്ല 2 കെട്ടിടം YMCAക്ക് വേണ്ടി ഷിക്കാഗോയിൽ പണിഞ്ഞു. എന്നാൽ തന്റെ ഉള്ളിൽ ഒരു തീക്ഷ്ണമായ ആഗ്രഹം വന്നു. ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ദേവദാസിനെ ഒന്ന് കാണണം. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പ്രത്യേക സമയം വേർതിരിച്ച് കപ്പലിൽ നേരെ ഇംഗ്ലണ്ടിൽ പോയി, ബ്രിസ്റ്റോളിൽ പോയി ജോർജ് മുള്ളറെ പോയി കണ്ടു. അദ്ദേഹത്തോടൊപ്പം ചില ദിവസങ്ങൾ താമസിച്ച് ജോർജ് മുള്ളറെ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പഠിച്ച ശേഷം ഇവർ തമ്മിൽ പിരിയുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്. ആ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ആ ചരിത്ര ഭാഗങ്ങൾ വായിക്കാൻ ഒത്തിരി എക്സ്റ്റെൻഡഡ് ആണ്, ഞാൻ വളരെ ചുരുക്കി ഇങ്ങനെ പറയുന്നു. ജോർജ് മുള്ളറെ DL മൂഡിയും കൂടെ പിരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഇതിൽ അദ്ദേഹം മൂഡി ചോദിച്ചു, സർ, ഞാൻ ഷിക്കാഗോയിൽ 2 YMCAക്ക് വേണ്ടി 2 കെട്ടിടം പണിഞ്ഞു. ഞങ്ങളുടെ ആൾക്കാര് അവർ ചോദിച്ചാൽ തരും, പക്ഷെ അവരതിനെ ഹോണർ ചെയ്യത്തില്ല. അവർ ചെക്ക് എഴുതി തരും, ഒരിക്കലും ആ ഡോളർ ചെക്ക് റെസ്പെക്ട് ആകത്തില്ല. ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് അവർ പിന്നെ കാശ് മേടിച്ച് പിന്നെ അടുത്ത ചെക്ക് വീണ്ടും തരും, അത് വീണ്ടും കൊണ്ടിടും. അങ്ങനെ പല പ്രാവശ്യം ഞങ്ങളുടെ ടീം അതികഠിനമായി അധ്വാനിച്ചാണ് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് ഞങ്ങൾ അവിടെ കെട്ടിടം പണിഞ്ഞത്. ഈ 3000 കുഞ്ഞുങ്ങളുടെ അനാഥശാല ഒരു നേരം പോലും ആഹാരം മുടക്കാതെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി നടത്തുന്നത്? അങ്ങ് ഒരിക്കലും വീട്ടിൽ കിടന്നുറങ്ങാറില്ല, എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നടക്കുമായിരിക്കും അല്ലേ? ജോർജ് മുള്ളറുടെ മറുപടി, DL മൂഡിയുള്ള മറുപടി, ഒരൊറ്റ കുട്ടിക്ക് വേണ്ടി പോലും ഒരു നേരത്തേക്ക് പോലും ഞാൻ എന്റെ ഈ ഹോളിന്റെ, എന്റെ ഈ കോമ്പൗണ്ടിന്റെ പരിസരം വിട്ടിറങ്ങിയിട്ടില്ല, ഗേറ്റ് വിട്ടിറങ്ങിയിട്ടില്ല. ഒരൊറ്റ കുട്ടിക്ക് വേണ്ടി പോലും ഒരു നേരം പോലും വിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഈ ആഹാരത്തിന് വേണ്ടി ബെല്ലടിച്ചു കഴിഞ്ഞ് കുട്ടികൾ പ്ലേറ്റും കൊണ്ടുവന്നിരിക്കുമ്പോൾ നേരം പോലും ഞാൻ ദൈവത്തിന്റെ പ്രൊവിഷന് വേണ്ടി അവന്റെ കണ്ണിലേക്ക് നോക്കിയിരിപ്പാറുണ്ട്. ഞാൻ ആരെയും അങ്ങനെ പോയി കണ്ട് കാശ് ചോദിച്ചിട്ടില്ല. DL മൂഡിക്ക് ഭയങ്കര ഞെട്ടലായി പോയത്. അവസാനം ഇദ്ദേഹത്തെ യാത്രയാക്കാൻ മൂഡിയെ യാത്രയാക്കാൻ മുള്ളറും കൂടെ കപ്പൽ തുറമുഖത്തേക്ക് പോയിട്ട് കപ്പലിന്റെ തുറമുഖത്ത് വെച്ച് അവർ തമ്മിൽ പറഞ്ഞ് യാത്ര പിരിയുന്ന ഏറ്റവും അവസാന നിമിഷം മൂഡിയെ ഇങ്ങനെ മുള്ളർ വാരി പുണർന്ന് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് ചെവിയിലോട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. ദാറ്റ് വാസ് ദ സെക്കൻഡ് മൈൽ സ്റ്റോൺ ഇൻ ദ ലൈഫ് ഓഫ് DL മൂഡി എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്കിതായിരുന്നു, മൂഡി, നൗ യു ആർ യൂസിങ് ഗാഡ്, ലിസൺ മീ നൗ, ലെറ്റ് ഗോഡ് യൂസ് യു. ഒരിക്കൽ കൂടെ, യു ആർ യൂസിങ് ഗോഡ് നൗ, ലെറ്റ് ഗോഡ് യൂസ് യു. നീ ഇതുവരെ ദൈവത്തെ ഉപയോഗിക്കായിരുന്നു, ഇനിയും ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. ദാറ്റ് വാസ് ദ ഗ്രേറ്റ് ട്വിസ്റ്റ്, സെക്കൻഡ് മൈൽ ഇൻ ഹിസ് ലൈഫ് സ്റ്റോറി. PYPA നമുക്കിവിടെ ഒരുമിച്ച് പ്രവർത്തിക്കാം, ദൈവം നമ്മെ ഉപയോഗിക്കുന്നവരാകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവിധ ആശംസകളും ഭാവുകളും അനുഗ്രഹങ്ങളും PYPA UA റീജിയന്റെ പേരിൽ ആശംസിക്കുന്നു. ബാക്കി വിട്ടുപോയത് എന്റെ സ്നേഹിതൻ സെക്രട്ടറി, അദ്ദേഹം ഇവിടെയുണ്ട്, അദ്ദേഹം അത് പൂരിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സ്റ്റേ ബ്ലസ്. ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സന്ദേശം 2 കർത്തദാസന്മാരിൽ നിന്നും നാം കേൾക്കുകയുണ്ടായി. അവർക്ക് കൊടുത്ത സമയം തന്നെ അവരെടുത്തിട്ടുള്ളൂ, ഒട്ടും കൂടുതൽ എടുത്തിട്ടില്ല. പക്ഷേ പ്രിയ ജെറിൻ നാട്ടിൽ നിന്ന് എന്നെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു, ഇനിയുള്ളവരുടെ സമയം പകുതി ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ആരും പ്ലേ ചെയ്യരുത്, ജെറിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണ്.
ഇനിയുള്ള ടൈം എല്ലാവരുടെയും ടൈം ഓരോ മിനിറ്റ് ആക്കിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പ്രിയ ജെറിൻ നാട്ടിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. ചില പ്രിയപ്പെട്ടവർ പെട്ടെന്ന് ഞാൻ പേര് പറയുന്നു. അടുത്തതായി ജേക്കബ് ജോൺസൺ, PIP UAE റീജിയൻ സെക്രട്ടറി. ജേക്കബ് ജോൺസൺ, ജസ്റ്റ് 1 minute. PIP UAE റീജിയൻ സെക്രട്ടറി ജേക്കബ് ജോൺസൺ. യെസ്, മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം ജേക്കബ്. യെസ്. One minute. Praise the Lord. ഇങ്ങനെ ഒരു അവസരം തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവറൻഡ് ഡോക്ടർ വിൽസൺ ജോസഫ്, റോയ് ജോർജ് പാസ്റ്റർ, ഞങ്ങളുടെ PIP റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ സൈമൺ ചാക്കോ, ക്ഷണിക്കപ്പെട്ട മറ്റെല്ലാ അതിഥികൾക്ക് പാസ്റ്റർ രാജൻ സാബു ആര്യപ്പള്ളി, മറ്റെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. PIP വർഷിപ്പ് സെന്റർ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജെറിൻ ഓർത്തിൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തരുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പഴയ നിയമത്തിനകത്ത് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തെക്കുറിച്ച് യേശു ക്രിസ്തു വന്നിരുന്നതായ ഒരു സ്ഥലമുണ്ട്. ശേഖേം എന്ന പട്ടണത്തിൽ വന്നിരുന്നിട്ട് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ശേഖേം പട്ടണം. ഈ ശേഖേം പട്ടണത്തെ കുറിച്ചൊന്നും ഞാൻ പറയാൻ പോവുകയല്ല, പറയാനാണ് ഒരുപാടുണ്ട്. ശേഖേം പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടേണിങ് ടുവേർഡ്സ് ഗോഡ് എന്നുള്ളതാണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ പട്ടണത്തിലേക്ക് യേശു ക്രിസ്തു വന്നു. അവിടെ വന്ന് ശബരിയക്കാരെ സ്ത്രീയോട് സംസാരിക്കുന്നത് വീണ്ടും ജനന അനുഭവത്തെ കുറിച്ചാണ്. ഇന്ന് PIPയിലുള്ള എല്ലാവരും ആഗ്രഹിക്കേണ്ട പ്രാധാന്യമേറിയ ഒരു വസ്തുതയാണ് ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ഒരു വീണ്ടും ജനന അനുഭവമുള്ളവരായി തീരുവാൻ ഈ 2021 ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ടേണിങ് ടുവേർഡ്സ് ഗോഡ്സ് അല്ല, ടേണിങ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോട് നമ്മുടെ മുഖത്തെ തിരിച്ചുകൊണ്ട് ദൈവത്തോട് യാചിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് PIP UAE റീജിയന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. Thank you, Brother Jacob Johnson. Next one is IPC Worship Center Secretary Jibu Matthew. Jibu, please. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ PIPയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ചെയർമാനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ വിൽസൺ ജോസഫ്, പാസ്റ്റർ റോയി ജോർജ്, അതിഥിയായിരിക്കുന്ന പാസ്റ്റർ സാബു ആര്യപ്പള്ളി, മറ്റ് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗമരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ, PIPയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജെറിൻ, ആ ടീം വളരെ അനുഗ്രഹമായി നടത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഈ വർഷത്തെ PIPയുടെ പ്രവർത്തനങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഈ ദിവസങ്ങളിൽ COVID-19 ഭാരപ്പെടുന്ന സഹോദരങ്ങൾ, ഏകരായിട്ടുള്ള സഹോദരങ്ങൾ, അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട കൈത്താങ്ങൽ, ആശ്വാസ വാക്കുകളൊക്കെ കൊടുക്കുവാൻ PIPയുടെ പ്രവർത്തകർക്ക്, ടീമിന് കഴിയട്ടെ. അങ്ങനെ എല്ലാവിധമായ ആശംസകളും ഈ വർഷത്തെ PIPയുടെ പ്രവർത്തനത്തിന് നേരുന്നു. സഭയുടേതായ ആശംസകൾ നേരുന്നു. സമയം തന്ന ദൈവമക്കളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. Thank you, Jibu Matthew. God bless you. And next one is Mercy Wilson, UAE Region Sodari Samajam President. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ കർത്താവിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ഈ പുതിയ വർഷത്തെ PIPയുടെ ഭാരവാഹികൾ, എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം നേതൃത്വം കൊടുത്ത പ്രിയ ജെറിന്റെ അണ്ടറിൽ നല്ലൊരു ടീമിനെ കർത്താവ് ഈ വർഷക്കാലവും PIP പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹമായി തുടർന്ന് കഴിഞ്ഞ ഒരു വർഷം പാൻഡമിക് സിറ്റുവേഷനിലും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തി. തുടർന്നും ദൈവം തരുന്ന ഏത് സാഹചര്യത്തിലും കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കണം ദൈവം അവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. റോമർ 12:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തന്ന ഒരു സാഹചര്യമാണ്. അതിൽ കർത്താവിനെ സേവിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ
കർത്താവിനെ സേവിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് ഈ പുതിയ വർഷക്കാലം നിങ്ങൾക്കിടയാക്കട്ടെ. 2 കൊരിന്ത്യർ 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാവുന്നു എന്ന് പറയുവാൻ പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ ഓട്ടം ലക്ഷ്യസ്ഥാനത്താക്കുവാൻ നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഈ പുതിയ വർഷത്തെ പ്രവർത്തനം ചെയ്യുവാൻ തക്കോണം ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അതിന്റെ പിൻപിൽ ഉണ്ടായിരിക്കും. IPC UA റീജൻ സഹോദരി സമാജത്തിന്റെ പേരിലും IPC വർഷിപ്പ് സെന്റർ സഹോദരി സമാജത്തിന്റെ പേരിലുള്ള എല്ലാ ആശംസയും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. Thank you, Mercy. And next one is Shuni Roy, IPC Worship Center Sunday School Principal. Praise the Lord. Shuni. Praise the Lord. Respected pastors, all my loving brothers and sisters, Sunday school teachers, children, beloved guests, and also to our new PYP representative for the year 2021. Greetings to everyone in the sweet name of Jesus. In the past years, Sunday school and PYP, we were able to work together as a team. In one way or the other, PYP team was very supportive to us and they were very helpful to us. I'm looking forward to working with this team in this new year. May God accomplish great things through them in this year. As Matthew 5:16 says, let your light shine before men so that they may see your good works and glorify your Father in heaven. I'm just quoting a wisdom saying to the PYP team, give another what he cannot find anywhere else, and he will keep returning. What you can give to the people of God is Jesus, and they will keep coming to you, and they will keep returning to you. On behalf of IPC Worship Center Sunday School teachers and children, congratulations to the new team, and God bless you. Thank you. Thank you so much, Shuni Roy. And next one is on behalf of IPC Worship Center Tamil Service, Pastor R. Arun. Praise the Lord. Dear pastors, brothers and sisters, greetings in the precious name of our Lord and Savior Jesus Christ. I thank and praise God for this wonderful opportunity God has given to me. Scripture says that the God of heaven will make us prosper and make us, we will arise and build. I just read one more time. The God of heaven will make us prosper and we will arise and build. Last year, 2020, during the severe pandemic time, you all done one wonderful job, blessed one. We all know that. May God bless you abundantly. In 2021, again, you got an opportunity to serve the Lord, serve the people, serve the church as a PYP team. In the pandemic time, the word of God says that, let us rise and build. Dear brothers, stand firmly as a PYP team, build the kingdom of God with the guidance of Holy Spirit. Use God-given talents, time, strength, wisdom, and knowledge, as well as opportunities to spread the gospel and bring youth towards Jesus. Let them choose the good portion which will not be taken away from them. With this, on behalf of Tamil Church, may God bless Brother Jarin and team. God bless you all. Thank you so much, Pastor Arun. And the last one is on behalf of English Service, Brother Stephen Cheria. Stephen, please. You are on mute, Stephen. Yes. Praise be to the Lord. Greetings to our dear pastors, wonderful fellow ministers, brothers, sisters, children, everyone who is here. Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm grateful to God for giving this opportunity to be able to represent the IPC Worship Center English service here and to wish the new PYPA team who are going to take this mission forward this year. I just have one verse to read, 1 Thessalonians chapter 2 and verse 12. It reads, we pleaded with you, encouraged you, and urged you to live your lives
in a way that God would consider worthy. For he called you to share in his kingdom and glory. My only wish and prayer for the PYPA team for this year is that God would use you to plead with young lives, to encourage them and to urge them to live their lives in a way that God would consider worthy. And that is the prime goal. And we have heard this theme repeated several times today, saved to serve. And even as the English worship, you'll have all of our support and our prayers backing you. And we pray that God would continue to use every seed that you sow this year to bear fruit for his kingdom and for the glory of God. Thank you. Thank you so much, Stephen. And that program almost finished. And next one, അടുത്തത് വീണ്ടും നാം പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ്. സ്പിരിച്വൽ വേവ്സ് അടുത്ത ഏകദേശം 15 മിനിറ്റ്, ഒരു 10 മിനിറ്റിനും 15 മിനിറ്റ് ഇടയ്ക്ക് പ്രിയപ്പെട്ടവർ ഇപ്പോൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സിന്റെ ഒരു ചെറിയ മെസ്സേജ് ആൻഡ് ലാസ്റ്റ് വൺ മോർ സോങ്ങോടുകൂടെ ഈ പ്രോഗ്രാം തീർക്കുകയാണ്. പ്ലീസ്, സ്പിരിച്വൽ വേവ്സ്, യു ക്യാൻ ടേക്ക് ബിറ്റ്വീൻ 10 to 15 minutes now. Praise the Lord. Hallelujah. അടുത്തൊരു ഹിന്ദി ഗാനം ഞങ്ങൾ പാടുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ജെർമിയാണ് കീബോർഡ് പ്ലേ ചെയ്യുന്നത്. ജെറുഷ ഇപ്പോൾ 10th ജെർമി ബിടെക്കിന് പഠിക്കുന്നു. ഇളയ ഒരാളുണ്ട് 3.5 വയസ്സുള്ള ജെറുഷ ഒരു ഗാനം ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം നമുക്കായിരിക്കും.
ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ പാറയാകുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് ഈ സമയം നമ്മൾ അനുഭവിക്കുന്നു. ആ കർത്താവ് മാറാത്തവനാണ്. അവൻ ജീവിക്കുന്ന യേശുവാണ്. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയ നല്ലവനായ ദൈവത്തിന് ഒരിക്കൽ കൂടി ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താണ്. യേശു മാറാത്തവനാണ്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആ കരങ്ങളെ ഒന്ന് തട്ടി ഞങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. അവൻ മാറാത്തവൻ. ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവിന് ഹല്ലേലൂയ. നല്ലൊരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നീരലിൽ മറയ്ക്കും
അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ നാം എല്ലാവരും ആയിരിക്കുന്നു. തുടർന്നുള്ള ചുരുങ്ങിയ സമയം ധാരാളം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പാസ്റ്റർ ഷാബു ആര്യപ്പള്ളി നന്നായി ദൈവജനം സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ്. വീണ്ടും ഞാൻ ഡീറ്റെയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. PFP പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ അടുത്ത 15 മിനിറ്റ് പ്രിയ കർത്തദാസൻ ദൈവത്തിന് സംസാരിക്കും. തീർച്ചയായിട്ടും അത് വളരെ കുറവാണെന്ന് അറിയാം, എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വളരെ ഷോർട്ട് ആണ്. എങ്കിലും ലഭിച്ചിരിക്കുന്ന സമയം വളരെ തക്കത്തിന് ഉപയോഗിപ്പാൻ എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ കർത്തദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ദൈവത്തിന്റെ ധനതിരുനാമം മഹത്വം എടുക്കട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾ, കുടുംബം, PYPA വാർഷിപ്പ് സെന്റർ IPC തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരൻ ജെറിൻ ജോസ്, അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ റോയ് ജോർജ് അവറുകൾ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പുത്രികാ സംഘടനകൾക്ക് വിവിധ നിലകളിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തദാസിമാർ, പ്രിയപ്പെട്ടവര്, PFP UA റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന എന്റെ സ്നേഹിതൻ സൈമൺ ചാക്കോ, സെക്രട്ടറി ആയിരിക്കുന്ന ജേക്കബ് ജോൺസൺ അവറുകൾ, അതുപോലെ തന്നെ ചർച്ചിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജിബു മാത്യു കർത്താവിന്റെ ദാസൻ, അതുപോലെ തന്നെ സോദരി സമാജം റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസി, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയ മേഴ്സി ആൻഡി, അവരെ ഓർത്ത് പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, പ്രിയ കൊച്ചുമോൻചാൻ ഫാമിലി, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. കർത്താവിനാൽ എല്ലാവരും മാനിക്കപ്പെടട്ടെ. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കുന്നു. പ്രിയ വിൽസജാന് ഞാൻ താമസിക്കുന്ന പാസനേജില് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ അവസരം നൽകിയതൊക്കെ ജീവിതത്തിൽ ഭാഗ്യമായി കാണുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവ് സഭയെ അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ ജെറിൻ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കർത്താവിദാസൻ വിൽസച്ചാന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന PYPയുടെ പ്രവർത്തനങ്ങൾ ഏറെ ഈ വർഷം അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള സ്റ്റേറ്റ് PYPയുടെ ഒരു പ്രവർത്തന നിലയിൽ എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാരംഭമായി തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ പേരില്, കേരള ഘടകത്തിന്റെ പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൗൺസിൽ പ്രസ്ബിറ്ററിയുടെ എല്ലാ വിധത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ദൈവം ആ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഒരു വേദഭാഗം അല്പസമയമേ ഉള്ളൂ. എനിക്കത് ഏറെ അനുഗ്രഹമാണ്, ഏറെ വിലയേറിയതായി ഞാൻ കാണുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുമല്ലോ. സ്തോത്രം. കർത്താവിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും ഒത്തിരി സമയമൊന്നും കർത്താവ് എടുത്തിട്ടില്ല. കർത്താവ് അറിയാം, അത്ഭുതങ്ങളൊക്കെ ഞാൻ ആ വചനം പഠിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു ചെകിടന്റെ സൗഖ്യമാണെങ്കിൽ നമുക്കറിയാം, അവന്റെ ചെവിയിൽ വിരലിട്ടിട്ട് യഫദ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ആ വിടുതൽ സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ സമയം ഒത്തിരി ലഭിച്ചില്ലെങ്കിലും വളരെ ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും ഇരുന്നാൽ ദൈവജന കേൾവി അനുഗ്രഹമായി തീരും എന്നതിന് രണ്ടു പക്ഷമില്ല. ഒരു വേദഭാഗം എന്റെ മനസ്സിൽ എന്നെ ഈ മീറ്റിങ്ങിന് ക്ഷണിച്ചപ്പോൾ ദൈവസനെ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു വാക്യമാണ് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 1 പത്രോസ് 1:10. അതിങ്ങനെയാണ്: അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ. അതുകൊണ്ട് അത് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിലൊരു അഭിമാനം എനിക്കുണ്ട്. കാരണം ഇത് നമ്മുടെ പാരമ്പര്യമായി കൈമാറി വന്ന ഒരു സ്വത്തല്ല. അതുകൊണ്ട് ആമേൻ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന
ഈ വചനം പ്രസംഗിക്കുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. യോഗ്യത കൊണ്ടല്ല, കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ടാ ആമീൻ ഇതിനകത്ത് നിൽക്കാനായിട്ട് ഇടയായത്. സ്തോത്രം. ആമീൻ. ഇതിനിടയ്ക്ക് ആമീൻ ഞാൻ പല കാര്യങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ്, പ്രിയ വിൽസച്ചാന്റെ പിതാവിന്റെ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പിതാക്കന്മാരുടെ ഒക്കെ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആമീൻ ഉദ്ഘാടനത്തിന് മുൻപ് പറഞ്ഞതുപോലെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഴയകാലങ്ങൾ ഓർക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. അപ്പോൾ ഒത്തിരി ഞെരുക്കങ്ങളും ഒത്തിരി പ്രയാസങ്ങളും അതെ അനുഭവിച്ച് വില കൊടുത്ത് ആമീൻ സ്തോത്രം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാര്. മുൻപോട്ട് വരുമ്പോൾ അവരുടെ തലമുറകളെ ദൈവം മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പക്ഷെങ്കിൽ ആമീൻ സ്തോത്രം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അവരുടെ മേൽ ഒരു വിളി ഉള്ളത് കൊണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് ആമീൻ സ്തോത്രം ആമീൻ ദൈവം അവരെ ഈ തലമുറയിൽ ഉപയോഗിക്കുക. സ്തോത്രം. പ്രത്യേകിച്ച് PYPയുടെ പ്രവർത്തന ഉദ്ഘാടനം കൂടെയാണല്ലോ. അതുകൊണ്ട് PYP പ്രവർത്തകർ കൂടെ പ്രയോജനമാകത്തക്ക നിലയിലാണ് ഈ വചനം ഞാൻ എടുത്തിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്താൽ ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. IPC വർഷിപ്പ് സെന്ററിന് നമുക്ക് ചിന്തിച്ചാൽ ഒരു പ്ലാന് PYP പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമുക്കറിയാം. ആമീൻ സ്തോത്രം. അതിനൊരു പ്ലാൻ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ആമീൻ സ്തോത്രം. അതൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ കാണുവാനും ആമീൻ കേൾക്കുവാനും ഇടയാകട്ടെ. സ്തോത്രം. പക്ഷേ ആമീൻ മാനുഷികമായ പ്ലാൻ അല്ല. ആമീൻ ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദൈവം തെരഞ്ഞെടുത്തു എങ്കിൽ, ദൈവം ആക്കി വെച്ചു എങ്കിൽ ദൈവത്തിന്റെ ഹിതമാണ് നിവൃത്തിയാകേണ്ടത്. സ്തോത്രം. അപ്പോൾ ആമീൻ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ്, ആരംഭിക്കുന്നതിന് മുൻപ് നിശ്ചയമായിട്ടും ആമീൻ സ്തോത്രം ഇത് ദൈവഹിതമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് ഇത് പ്രയോജനമാകുമോ എന്ന് നാം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം ആമേൻ ദൈവം തെരഞ്ഞെടുത്ത ഒത്തിരി പേരുണ്ട്. ദാവീദിന്റെ ചരിത്രം നമുക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ, ദാവീദ് കാട്ടിലായിരുന്നു. ആമേൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. ആമേൻ എന്നൊക്കെ നമുക്ക് അറിയുവാനായിട്ടിടയാ. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ സ്തോത്രം, ആടിനെ മേയിച്ചുകൊണ്ടാണ് ദാവീദ് ഇരുന്നതെങ്കിലും ഒരു കാര്യം ഉറപ്പായി നമുക്ക് മനസ്സിലാക്കാം, ദാവീദ് ആ ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തനായിരുന്നു. കാരണം ആമേൻ പല പ്രാവശ്യം ആടുകളെ നശിപ്പിക്കുവാൻ, കൊന്നുകളയുവാൻ മൃഗങ്ങൾ വന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിനെയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. ആമേൻ ഇതൊക്കെ നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആടുകളെ മേയ്ക്കാൻ കാട്ടിലായിരുന്നപ്പോഴും ആമേൻ ദാവീദ് വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തനായിരുന്ന ദാവീദിനെ ആമേൻ സ്തോത്രം വിളിച്ചു വരുത്തി സഹോദരന്മാരുടെ നടുവിൽ വെച്ച് രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത്, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷയിൽ ആമേൻ നാം വിശ്വസ്തരായി നിൽക്കുന്നു എങ്കിൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകരാക്കി മാറ്റുവാനിടയാകും. PYP പ്രവർത്തകരോട് ബന്ധത്തിൽ പറയട്ടെ, ആമേൻ ഒരു പ്രശംസയ്ക്ക് വേണ്ടിയല്ല, പേരിനു വേണ്ടിയല്ല, ദൈവമാണ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്, ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ നിശ്ചയമായി ഈ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം അപ്പൊ ഞാന് ഒരു സഹോദരനോട് സംസാരിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. ഈ വഴിയിലൊക്കെ റോഡിലൊക്കെ കാണുന്ന ഭിക്ഷക്കാർക്ക് ആഹാരം കൊടുക്കുക, ആ ഭിക്ഷക്കാർക്ക് ആഹാരം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിന് നിങ്ങൾക്ക്? ആ സഹോദരനെ കണ്ടാല് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ആക്സിഡന്റലി ഞങ്ങൾ തമ്മിൽ കണ്ടതാ. അപ്പോഴേ എനിക്കും ആ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് അവസരം കിട്ടി. കാരണം എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ ജോലി രാവിലെ ഇറങ്ങുക, ആമീൻ ഹോട്ടലുകളിൽ കയറി 5 പൊതി വീതം പറഞ്ഞിട്ട് റോഡുകളിൽ ഭിക്ഷ യാചിക്കുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുക. എനിക്ക് വളരെ സന്തോഷം, അഭിമാനമായിട്ട് തോന്നി. സ്തോത്രം. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങളെ ഇത് ആരെങ്കിലും ഏൽപ്പിച്ചതാണോ? ആരെങ്കിലും ഇതിന് നിർബന്ധിച്ചതാണോ? അദ്ദേഹം പറഞ്ഞ അല്ല. പിന്നെ എങ്ങനെയാ ഇത് തോന്നിയത്? അദ്ദേഹം പറഞ്ഞത്,
ആമേൻ സ്തോത്രം, ഇത് എനിക്കൊരു ശുശ്രൂഷയായിട്ട്, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ശുശ്രൂഷയായിട്ട് ദൈവം തന്നതാ. എനിക്ക് ആ പദം വളരെ ഇഷ്ടപ്പെട്ടു. ശുശ്രൂഷയായിട്ട് ദൈവം തന്നു. സ്തോത്രം. നമ്മൾ ഈ ശുശ്രൂഷ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് വേറൊരു പല ലെവലുകളിലാ. പക്ഷെ അദ്ദേഹത്തെ ദൈവമാക്കിയിരിക്കുന്നത് ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ. ഞാൻ ഓർപ്പിച്ചതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഏതൊക്കെ തലത്തിലാക്കിയിരിക്കുന്നോ അവിടെ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കാനായിട്ടിടയാകും. സ്തോത്രം. അത് ആമേൻ വചനത്തോടുള്ള ബന്ധത്തിൽ അടുത്ത വാക്ക് ഇങ്ങനെ, അതിന്റെ ആമേൻ സ്തോത്രം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ പത്രോസ് പറയുന്ന പദമുണ്ട്. അത് എല്ലാം പറയാൻ കഴിയുന്നില്ല, സമയമില്ലല്ലോ, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പത്രോസ് പറയുക, ഞങ്ങള് ഇത് നിർമ്മിത കഥയായിട്ടൊന്നും പറയുന്നതല്ല, മറിച്ച് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. ഓ ഹല്ലേലൂയ! ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുക. കാരണം ആമേൻ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുമ്പോൾ, ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം പൂർണ്ണ ധൈര്യത്തോടും ഉറപ്പോടും കൂടെയാ പത്രോസ് കൈമാറുന്നത്. പത്രോസ് പറയുക, ഇതൊരു കഥയായിട്ടല്ല, ആമേൻ ഒരു തലമുറയുടെ കേവലം ഒരു ചരിത്രമായിട്ട് കൈമാറുകയല്ല, മറിച്ച് മഹിമയായിട്ട് ഞങ്ങൾ ദർശിച്ചത്, ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി കൈമാറുകയാ. അതിനൊത്തിരി അർത്ഥങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. പത്രോസ് പറയുന്നു, നിർമ്മിത കഥയല്ല, കെട്ടുകഥയല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. PYP പ്രവർത്തകരെ സ്നേഹത്തോടെ ദൈവജന ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ഈ ശുശ്രൂഷ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ കേവലം ഒരു സ്ഥാനമല്ല കൈമാറുന്നത്, ചില ദൈവപ്രവർത്തികൾ, ചില ദൈവിക വിടുതലുകൾ, ചില ശുശ്രൂഷകൾ അവരിലേക്ക് കൈമാറാൻ ഒരു അനോയിന്റിങ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സെക്രട്ടറി അടുത്ത വർഷം വേറൊരു സെക്രട്ടറി ആയി മാറുകയല്ല. ആമേൻ സ്തോത്രം. അടുത്ത പോസ്റ്റിൽ നിന്ന്, ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരാൾ ആ പോസ്റ്റിൽ വന്നിരിക്കുകയല്ല, ഒരു ശുശ്രൂഷ കൈമാറാൻ ആമേൻ ഈ തലമുറയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ? അതുകൊണ്ട് പത്രോസ് പറയുന്നത്, ഞാനൊരു പ്രസംഗകനായിട്ടല്ല, ഞാനൊരു സാക്ഷിയായിട്ട് ആമേൻ ആമേൻ നിന്നുകൊണ്ട് പറയുക, എന്നിൽ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ, എന്നിൽ കൈമാറിയ ഈ ശുശ്രൂഷ, എന്റെ മേൽ വന്ന ഈ അഭിഷേകം ഞാൻ അടുത്ത തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കാരണം എന്താ? ഇതൊരു ആമേൻ ഒരു പോസ്റ്റ് അല്ല, ഒരു സ്ഥാനമല്ല, ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് മഹിമ കണ്ട സാക്ഷി എന്ന നിലയിൽ ഞാൻ ഇത് കൈമാറുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തി സമർപ്പിച്ച ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുക, ഒരു പോസ്റ്റ്, ഒരു സ്ഥാനം കൈമാറുകയല്ല. ഈ വർഷത്തെ PYP പ്രവർത്തകരോട് അമൻ ഒരു ചലഞ്ച് ചെയ്ത് ഞാൻ ഈ ദൂത് പറയുക, ഒരു ശുശ്രൂഷ കൈമാറാൻ അടുത്ത തലമുറയ്ക്കായിട്ട്, ഒരു പുതിയ ജനറേഷൻ ആയിട്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷ കൈമാറാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് ആ അഭിഷേകം ഒഴുകുവാൻ ഇടയാകട്ടെ. കൃപാവര പ്രാപ്തരാകാൻ ആഗ്രഹിക്കുന്ന തലമുറയിലേക്ക് നിങ്ങളിൽ നിന്ന് ആ അഭിഷേക തൈലം ഒഴുകട്ടെ. അതിനായി ദൈവം ഈ തലമുറയിൽ അവൻ ഉപയോഗിക്കട്ടെ. അവൻ വേഗത്തിൽ വരാം. യോഹന്നാന്റെ സുവിശേഷം, ക്ഷമിക്കണം, യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. ഓ, എത്രയോ അർത്ഥവത്തായ പദങ്ങളാണ് ഇത്. ഒരു കെട്ടുകഥയല്ലെന്ന് സ്ഥാപിക്കുവാനായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന പദം കണ്ടോ? ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങൾ പ്രാപിച്ചത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്. അടുത്ത പദം, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടറിഞ്ഞത്. ഓ റിബനാദന അക്ഷരാധന വൈഠമനാജകസ്യ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വ്യക്തിപരമായി ചിലത് പ്രാപിക്കുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ മേലുള്ള വിളിയും നിങ്ങളുടെ മേലുള്ള തിരഞ്ഞെടുപ്പും ആദ്യം ശ്രദ്ധിച്ചോണം. കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, വളരെ കെയർ ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണിത്. സ്തോത്രം. നമുക്കറിയാം, തൈലക്കാരന്റെ തൈലത്തിനകത്ത് ചത്ത ഒരു ഈച്ച വീണാൽ ആ തൈലം മുഴുവനും നാറുമാറാകും. പക്ഷെങ്കിൽ സ്തോത്രം, ആ തൈലത്തെ അടച്ച്
പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിച്ചാൽ അത് അനേകർക്ക് അനുഗ്രഹമായി മാറുവാനിടയാകും. അതുകൊണ്ട് ഓർത്തുകൊള്ളണമേ. ആമേൻ, സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ആദി മുതലുള്ളത്, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ആമേൻ, ഞങ്ങള് ആമേൻ സ്തോത്രം കൈകൊണ്ട് തൊട്ടതായ ജീവന്റെ വചനം. ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ. വ്യക്തിപരമായി പ്രാപിക്കുവാൻ ഈ തലമുറയിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുത്ത 2 വ്യക്തികളെ ആമേൻ എന്റെ സമയത്തിനുള്ളിൽ ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. 1 ഏലിയാവ്, ആമേൻ സ്തോത്രം. 2 നോഹ. ഈ 2 വാക്കുകൾ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ആമേൻ. 2 വ്യക്തികൾ. 1 നോഹയിലേക്ക് തന്നെ വരാം. നോഹയ്ക്ക് ആ തലമുറയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോഹയുടെ മേൽ വന്നു. എന്നാൽ നോഹയുടെ കൂടെ നിന്ന് കൈകൊട്ടി അപ്പെന്ന് പറയാൻ അവിടെ ആരുമില്ല, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഒരു ഗ്ലോറി പറയാനോ ഒരു ആമേൻ പറയാനോ ആമേൻ അവിടെ ആരുമില്ല. പക്ഷെ നോഹ ആ തലമുറയിൽ വിളിച്ചു പറഞ്ഞൊരു പദം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നോഹ പറഞ്ഞത് എന്തോന്നറിയാമോ? ആരെതിലേ വേണേ പൊക്കോട്ടെ, പക്ഷെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാനത് പ്രസംഗിക്കും, ഞാനത് വിളിച്ചു പറയും. പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കുകയാ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഒരു വലിയ ഉറപ്പിലേക്ക് നോഹ വരികയാ. ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഉറച്ചു നിൽക്കുകയാ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുടർന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവ് എനിക്ക് തുടർനിന്നു. ദൈവമക്കളെ, പ്രതിസന്ധികൾ വരും, വേദനകൾ വരും, വെല്ലുവിളികൾ വരും, പക്ഷെ ഉറപ്പുള്ളവരായി നിൽക്ക്. നമ്മുടെ മേൽ ഒരു അഭിഷേകം ദൈവം പകരുകയാ. ഏലിയാവ് പറയും, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ അവര് കൊന്നുകളയും, ഞാൻ ശേഷിച്ചിരിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പക്ഷെ ഏലിയാവിനോട് സർവശക്തനായ ദൈവം പറഞ്ഞ പദം കണ്ടോ? ഏലിയാവേ, നീ ഒറ്റയ്ക്കല്ല, ബാലിനു മുൻപിൽ മുഴങ്കാൽ മടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് PVP പ്രവർത്തകരോട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പ് വേണം. ആ ശേഷിപ്പിനകത്ത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളട്ടെ, ഞാനും നിങ്ങളും ആയിത്തീരട്ടെ. ദൈവം ഒരു ശേഷിപ്പിനെ ഈ തലമുറയിൽ അന്വേഷിക്കുന്നു. കർത്താവിന് വേണ്ടി ശബ്ദം ഉയർത്തുവാൻ, കർത്താവിനെ പ്രസംഗിക്കുവാൻ ഈ തലമുറയിൽ സ്തോത്രം ദൈവം അന്വേഷിക്കുകയാ. ആ പത്രോസിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നാം പ്രയത്നിച്ചത്, നാം അധ്വാനിച്ചത്, നാം ശുശ്രൂഷിച്ചത്. അതിന്റെ പ്രതിഫലം തെളിയുന്ന ഒരു ദിവസമുണ്ട്. നിത്യതയിലേക്ക് അത് നമ്മെ വിരൽ ചൂണ്ടുകയാ. ഒരു പുതിയ തലമുറയിൽ, ഈ തലമുറയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഉറപ്പുള്ളവരായി നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധിക ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ IPC വർഷിപ്പ് സെന്റർ ഷാർജയിലുള്ള ആ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് PVP പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഈ സമയത്ത് ദൈവം നിങ്ങളെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും വ്യക്തിപരമായി ഹൃദയംഗമായി നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. കർത്തദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവിക സന്ദേശം ഇന്ന് രാത്രി നാം കേൾക്കേണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ലൊരു സന്ദേശം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ഒരു ശുശ്രൂഷ കൈമാറുവാനാണ് ദൈവം നമ്മെ ഉപയോഗിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് ശ്രമിക്കാം, അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഒരു മഹിമ കണ്ട സാക്ഷികളായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സ്പിരിച്വൽ വേവ്സ്, തുടർന്ന് ഒരു പാട്ടുകൂടെ പാടും. പ്രിയപ്പെട്ടവർക്ക് മറ്റൊരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു കുവൈറ്റിലാണെന്ന് തോന്നുന്നു, എത്രയും പെട്ടെന്ന് അവർക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ തന്നെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. സ്പിരിച്വൽ വേവ്സ് തുടർന്നുള്ള സമയം ഒരു 5 മിനിറ്റ് ഒരു പാട്ടുകൂടെ പാടി നമ്മൾ അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനായി സ്പിരിച്വൽ വേവ്സിനെ ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുത്ത നല്ലൊരു കർത്താവിനെ PVPയിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മാനിക്കുവാൻ ദൈവം ചെയ്ത എല്ലാ കൃപകൾ ഓർക്കുമ്പോൾ നമ്മൾ മാനിച്ച ദൈവത്തിന്
നമുക്ക് ഈ ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ ആയിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ കടന്നു പോകണോ എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകാല സഭയുടെ നാമത്തിലുള്ള എല്ലാ നന്ദിയും പ്രിയപ്പെട്ടവരെ കുടുംബമായി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഷാബു ആര്യപ്പള്ളിക്കുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. തുടർന്നുള്ള സമയം അല്പസമയം നമ്മൾ നിർത്തുകയാണ്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. അവസാനമായി കർത്താവിന്റെ ദാസൻ പ്രിയ പ്രസാദ് ബർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനു മുമ്പായി വോട്ട് ഓഫ് താങ്ക്സിനായി പ്രിയ ലിൻഡു ജോണിനെ ക്ഷണിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ലിൻഡു രാജ്, പ്ലീസ്. Praise the Lord. Greetings in the name of Lord and Savior Jesus Christ. Indeed, it's a great honor and privilege to propose word of thanks in this memorable occasion of PAPA inaugural meeting. First of all, I give all glory and praise to the Lord God Almighty, Jesus Christ, for making today's occasion a great success. I would like to convey my sincere thanks to our beloved pastor, Dr. Reverend Wilson Joseph, IPC General Vice President and Senior Pastor of our church, for inaugurating this event and giving us an inspiring and encouraging words. We praise and thank our Lord God for giving you as our PAPA President and mentor.
Also, we would like to extend our thanks to our beloved Pastor Roy George, Associate Church Pastor of IPC Worship Center and IPC Angamali Center Minister, for his encouragement and motivation words for PAPA 2021. I thank our special guest for the day, Pastor Sabu, Vice President, IPC Kerala State PAPA, and Brother John Kujumon, Spiritual Waves Adur, for their praise and worship. And indeed, it was a great worship session and a very good inspiring thought and a message from Pastor Sabu. On behalf of PAPA, IPC Worship Center, we thank Pastor Simon Chaco, IPC PAPA Region President, and Pastor Jacob Johnson, IPC PAPA Region Secretary, for your time with us. I owe gratitude to our church committee who have been with us for ensuring the success of this program. On behalf of PAPA 2021, I thank all who are with us today and accepting us once again to bring PAPA 21 a grand success. Thank you, one and all. Praise the Lord. Thank you, Lindu. Thank you so much. So we are going to close this evening. Jerin, you want 1 minute? You want to say something? Just 1 minute, just one. Thank you so much. ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാട്ടെ. ഞാൻ അധികം സമയം എടുക്കുന്നതിനെല്ലാം വീണ്ടും ഒരു നന്ദിയായിട്ട് പറയാണ് എല്ലാവർക്കും. ദൈവനാമത്തെ എല്ലാവരും വീണ്ടും I really thank especially our dear 2 pastors and family and all the church members. നിങ്ങളുടെ ഈ വലിയ സപ്പോർട്ടും എൻകറേജ്മെന്റും ആണ് വീണ്ടും വീണ്ടും നമുക്ക് പല അനേക കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ നമ്മളെ ഒരുക്കുന്നത്. താങ്ക് യു നമ്മുടെ 2 സ്പെഷ്യൽ ഗസ്റ്റിനും സ്പിരിച്വൽ വേവ്സ് ടീമിനും പാസ്റ്റർ സാബു ചാൻ രണ്ടുപേർക്കും നന്ദി ഈ സമയത്ത് വീണ്ടും അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ജെറിൻ സോ മച്ച്. ഇത്രയും സമയം വാസ്തവത്തിൽ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. നല്ലൊരു ആത്മീയ അനുഭവത്തില് നമ്മൾ ഇത് കഴിഞ്ഞ ഏകദേശം 1.5 മണിക്കൂർ ആയിരുന്നു എന്ന് പറയുന്നതിൽ ഒരിക്കൽ കൂടെ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിലും നമ്മെ സമർപ്പിക്കാം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഈ ദിവസങ്ങൾ ഉറപ്പാക്കുന്ന ദിനങ്ങളായി തീരുവാൻ, മഹിമ കണ്ട സാക്ഷികളായ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേക നമ്മുടെ PAPയുടെ പ്രവർത്തനങ്ങളെ പിന്നെ ഈ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പ്രസാദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രസാദ് മ്യൂട്ടാണ്. പ്രസാദ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പ്രസാദ് അത് മ്യൂട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. PYPയുടെ ഇനാഗുറൽ മീറ്റിംഗിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സഭയായിട്ട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം സഹായിച്ചു. മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗമിടയാക്കിയല്ലോ. ഇനാഗുറൽ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കിയതിനാൽ സ്തോത്രം. IPC വർഷിപ്പ് സെന്ററിന്റെ കർത്താവെ, PYP കർത്താവെ, ദേശത്തിനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സഭയ്ക്കും അനേക പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗീയ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ്സിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ ബലപ്പെടുത്തുമാറാകണമേ. അനേക കാര്യങ്ങൾ അവർ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തിരിക്കുമ്പോൾ ദൈവം അത് നിവർത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവെ, ദൈവസഭയെയും കർത്താവിന്റെ ദാസന്മാരെയും വിശേഷാൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങളോട് വചനത്തിൽ കൂടെ സംസാരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട ദൈവവചനത്തിനനുസൃതമായിട്ട് ഞങ്ങളുടെ യുവാക്കന്മാർ, യുവതികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അതിനനുസരിച്ച് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവെ, അത്
തലമുറകൾക്ക് കൈമാറുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ പ്രയോജനമുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്ന കർത്താവ്, ഈ IPC വർഷിപ്പ് സെന്റർ PYPA കൊണ്ട് ദൈവത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവ മക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ, പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മാനവമഹത്വത്തിനെടുത്താട്ട് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജെറിൻ, ലിൻഡു, എല്ലാവരോടും വളരെ നന്നായിരുന്നു. ജോജി,